നമസ്കാരം, എൻ്റെ പേര് ഷിംജോ ജെയിംസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ യുവാക്കൾ എങ്ങനെയാണ് അവരുടെ ലൈഫിലൊരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, അവരുടെ ഡ്രീം. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയിട്ട് ശരിക്കും ഗോൾ സെറ്റിങ്ങിൻ്റെ ഗുരു എന്നറിയപ്പെടുന്ന ഡോക്ടർ പി വിജയൻ സാറിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഷിംജോ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓൾറെഡി തന്നെ ഈ ഗോൾ സെറ്റിങ്ങിൻ്റെ 3 വീഡിയോസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ലോകത്തിൽ 3% ആൾക്കാർക്ക് മാത്രമേ ഗോളുള്ളൂ. അതിൽ 1% ആൾക്കാരാണ് എഴുതി തയ്യാറാക്കി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോളുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഈ പേഴ്സണൽ ഗോൾ നമുക്ക് വേണം. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ കൾട്ടിവേറ്റ് സെൽഫ് അവെയർനെസ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പേഴ്സണൽ ആസ്പെക്റ്റാണ് സ്ട്രെങ്തൻ ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് നമ്മൾ ഓൾറെഡി വീക്കായിട്ടുള്ളത്, നമ്മുടെ പാഷൻ എന്താണ്, ലൈഫിൽ മീനിങ് ഫുള്ളായിട്ടുള്ള ഗോൾ എന്താണ്, ഇതൊക്കെ നമ്മൾ ഒത്തിരി നമ്മളിലേക്ക് പോയി. ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നേരത്തെ പറഞ്ഞതിലൊന്നും പറയുന്നത്. അപ്പോൾ മറ്റുള്ളത് കൂടെ കാണുക നിങ്ങൾ. അപ്പോൾ ഈ ലൈഫ് ലോങ് ലേണിംഗ് വളരെ നല്ലതാണ്. അപ്പോൾ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം കാനഡയിൽ, ഓസ്ട്രേലിയയിൽ, ന്യൂസിലാൻഡിലൊക്കെ പഠിക്കാൻ പോകുന്ന ചെറുപ്പക്കാർ, ഇവിടെ നിന്ന് നമുക്കില്ലാത്ത ഒരു 10-20 സ്കില്ലുകൾ ആ മറ്റ് രാജ്യത്തുണ്ട്. അപ്പം നമുക്കാണ് കഴിവ് കൂടുതൽ. ഞാൻ കാണുന്നിടത്തെല്ലാം മലയാളികൾക്കാണ് കഴിവ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ നമുക്ക് ഈ സ്കില്ലുകളില്ല. അപ്പോൾ ആ സ്കില്ലുകൾ നമ്മൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ, ഇപ്പോൾ അവിടെ നമ്മൾ ഒരു കോഴ്സ് ജോയിൻ ചെയ്തേക്കുവാണ്. ആ കോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു $100-200 എന്താണെങ്കിലും ഡെയിലി ഉണ്ടാക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജിഗ് വർക്ക് ഉണ്ട്. നമുക്ക് പിന്നെ ലോകത്തിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന ഒരുപാട് ജോലി, അപ്പ് വർക്ക് എന്നൊക്കെ പറഞ്ഞ് അതുപോലെ ഒത്തിരി സൈറ്റുകളുണ്ട്. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കയറി നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോവുക. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത് വരുമ്പോഴത്തേക്കും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹെൽത്തിന്, വെൽനെസ്സിന്, പ്രത്യേകിച്ച് നമ്മൾ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിന് പറ്റിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. പിന്നെ അതുപോലെ റെഗുലർ എക്സസൈസ്, ബാലൻസ് ചെയ്ത ന്യൂട്രീഷൻ, പിന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇന്നലകളിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറകോട്ടുള്ള ഓർമ്മകൾ വന്നാൽ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളായിരിക്കും. അതിൽ നിന്ന് ഒരുപാട് സ്ട്രെസ്സ്, പഴയ ഓർമ്മയിൽ നിന്നുണ്ടാക്കിയ ഒരുപാട് സ്ട്രെസ്സ്. അപ്പം പഴയതിനെ മുഴുവൻ മറക്കാനും ഈ നിമിഷത്തിൽ മാത്രം ജീവിക്കാനായിട്ട്, ഫ്യൂച്ചറിനെ കുറിച്ച് ഒത്തിരി ആകുലപ്പെട്ടിട്ട് കാര്യമില്ല, പ്ലാൻ ചെയ്താൽ മതി. ദെൻ നമുക്ക് ഗോൾ സെറ്റിങ്ങിനകത്ത് ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനകത്ത് ടൈം മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് വളരെ സിമ്പിളായിട്ടുള്ള ഹൈസൻഹവർ മാട്രിക്സ് വെച്ചിട്ടുള്ള രീതിയൊക്കെ കിടക്കുന്നുണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ മാക്സിമൈസ് പ്രൊഡക്ടിവിറ്റി, പിന്നെ ഈ വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഫൈനാൻഷ്യൽ ലിറ്ററസി നമുക്ക് ഏറ്റവും എസെൻഷ്യലാണ്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്കില്ലായിട്ട് വേണം, ഇൻക്ലൂഡിങ് ബഡ്ജറ്റിംഗ്, സേവിങ്സ്, ഇൻവെസ്റ്റിംഗ്, അണ്ടർസ്റ്റാൻഡിങ് ഫൈനാൻഷ്യൽ റിസ്ക്. ആക്ച്വലി ഷെയറിൻ്റെ ഒക്കെ വിലയൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാരെല്ലാം കിടന്ന് കരയുക, അയ്യോ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ഇപ്പോൾ കുറഞ്ഞ് നിൽക്കുക, ഇപ്പോൾ SIPയിലും ബാക്കി മ്യൂച്വൽ ഫണ്ടിലും എല്ലാം കുറഞ്ഞ് നിൽക്കുക. അപ്പോൾ എല്ലാവരും കിടന്ന് കരയുക. അങ്ങനെയല്ല, ഇത് ഏറ്റവും താഴെ പോകുമ്പോഴാണ് നമ്മൾ വാങ്ങേണ്ടത്. താഴേക്ക് പോകുമ്പോഴാണ് വാങ്ങേണ്ടത്. മുകളിലോട്ട് കയറുമ്പോൾ സന്തോഷിക്കുകയല്ല വേണ്ടത്, താഴേക്ക് പോകുമ്പോഴാണ് നമ്മൾ വാങ്ങേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ കരിയർ സ്കിൽസ്, അപ്പോൾ അത് നമ്മൾ എന്തൊക്കെയാണ്, അപ്പോൾ എവിടെയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ കരിയറിന് പറ്റിയ ഒരു ഒബ്ജക്റ്റീവ്, അത് നമ്മുടെ ലൈഫ് പർപ്പസുമായിട്ട് ചേർന്ന, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാഷനുമായിട്ട് ചേർന്ന സുഖകരമായ ലൈഫ് കിട്ടും, നാളെ ഫ്ലറിഷ് ചെയ്യുന്ന സാധ്യതകളുള്ള പണി കണ്ടെത്തണം. അപ്പോൾ അത് നമുക്ക് പാഷനുള്ളതായിരിക്കണം, മാർക്കറ്റിന് അത് ട്രെൻഡ് ഉള്ളതായിരിക്കണം, ട്രെൻഡ് മാഞ്ഞു പോകുന്നതായിരിക്കരുത്. പിന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചില സ്കില്ലുകൾ അക്യൂർ ചെയ്യണം. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, ഏതൊക്കെയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഡിജിറ്റൽ ലിറ്ററസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എക്കാലവും ക്ലാസിക്കാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ്വർക്കിംഗ് സ്കിൽസ്, അപ്പോൾ ഈ പ്രൊഫഷണലി നെറ്റ്വർക്ക് ചെയ്യാനായിട്ട്, അപ്പോൾ നമ്മൾ സെമിനാറുകളിലൊക്കെ പോയാൽ, നമ്മൾ പോയിട്ടെങ്കിൽ പോരുമല്ല, അവിടെ ഒത്തിരി പേരുമായിട്ട് പരിചയപ്പെടണം. കോൺഫറൻസിൽ, എക്സ്പോയിലൊക്കെ പോയാൽ, കമ്മ്യൂണിറ്റി ഇവൻറ്റുകളിലൊക്കെ പോയാൽ. പിന്നെ മെൻറ്റർഷിപ്പ് എടുക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, നിങ്ങൾ വളരെ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ മെൻറ്റർഷിപ്പ് കൊടുക്കാനായിട്ട്, കോച്ചിങ് സ്വീകരിക്കാനായിട്ട്, കോച്ചിങ് കൊടുക്കാനായിട്ട്, ആൻഡ് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ഗ്രോത്തിന് നമ്മളെപ്പോഴും മറ്റുള്ളവരെ എൻകറേജ് ചെയ്യണം, നമ്മളെ സ്വയം എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം.
പിന്നെ അഡാപ്റ്റബിലിറ്റി. നമുക്ക് സാഹചര്യങ്ങൾ മാറുകയാണ്. ഒരിക്കൽ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തെ ആൾക്കാർ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ഒരുപാട് പേര് പരിശീലിച്ചു. ഫ്ലെക്സിബിളായിട്ട് അഡാപ്റ്റബിളായിട്ട് ഇപ്പോൾ റാപ്പിഡ്ലി ചേഞ്ചിങ് ഗ്ലോബൽ ഇക്കോണമിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ത്രൈവ് ചെയ്യാനും പറ്റും. അതുപോലെ നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അങ്ങനെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എന്തെല്ലാം ചെയ്യാനായിട്ട് പറ്റും, സോഷ്യൽ ലെവലിൽ ചെയ്യാനായിട്ട്, എൻവയറമെൻ്റൽ കോസിന് വേണ്ടിയിട്ട്, ആൻഡ് ബിൽഡ് എമ്പതി ആൻഡ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്കും കൂടി ജീവിക്കണം. സസ്റ്റൈനബിൾ ലീവിങ് ആയിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ലോകത്തെ മാനവരാശി മുഴുവൻ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഇനി അത് പ്രധാനമായിട്ടും കാർബൺ ഫുട് പ്രിൻ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യുക, നമ്മളായിട്ട് ഫോസിൽ ഫ്യൂവലിൻ്റെയൊക്കെ ഉപയോഗം വർദ്ധിപ്പിക്കാതിരിക്കുക, പലതും റീസൈക്കിൾ ചെയ്യുക, പ്രൊമോട്ടിങ് ഗ്രീൻ ഇനീഷ്യേറ്റീവ്സ്. അപ്പോൾ വീടൊക്കെ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോളാർ പോലുള്ള സംഭവങ്ങൾ, അതൊക്കെ പുതിയ സെൻട്രൽ ഗവൺമെൻറ് തരുന്ന ഇതിലൊക്കെ നമ്മൾ പിന്നെ സബ്സിഡിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 2 വർഷത്തിനകത്ത് തന്നെ നമ്മൾ മുടക്കിയ പൈസ ഇങ്ങ് പോരും. ആ രീതിയിൽ തന്നെ നമുക്ക് ഏത് വീട് നമുക്ക് ഇവിടെ ഭയങ്കര ചൂടില്ല, ചൂടിനകത്ത് നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും. പല കാര്യങ്ങളും വോളണ്ടറി ചെയ്യുക, നമ്മൾ ചെയ്ത നമ്മുടെ ഒരു ഇഫക്റ്റ്. എനിക്ക് തന്നെ പലപ്പോഴും എനിക്ക് വരുന്ന വരുമാനത്തെ കഴിഞ്ഞൊക്കെ കൂടുതൽ സന്തോഷം പല ഐഡിയാസും നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് പല ആൾക്കാർ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി അതിൽ നിന്ന് അവർക്ക് വലിയ നേട്ടം ഉണ്ടാകുന്നത് കാണുമ്പോഴാണ്, അതവർ വന്ന് പറയുമ്പോഴാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കും ഇങ്ങനൊരു സംതൃപ്തി പണത്തിനൊക്കെ അതീതമായിട്ടുള്ളതാണ്. പിന്നെ കൾച്ചറൽ അവെയർനെസ്, പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യാവുന്നത് ഈ പോസിറ്റീവ് കാര്യങ്ങൾ എവിടെ കണ്ടാലും ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ വീട്ടിൽ കണ്ടാലും എവിടെ കണ്ടാലും പുറത്ത് കണ്ടാലും നമ്മൾ ചായ കുടിക്കാൻ നല്ല ചായ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല ചായ നമുക്ക് പറയാമല്ലോ. അപ്രിസിയേഷൻ വീട്ടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും എല്ലായിടത്തും അപ്രിഷ്യേറ്റ് ചെയ്യുക. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു ദിവസം നമുക്കൊരു 1000 ടൈംസ് എങ്കിലും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഫീലിംഗ് ഉള്ളിൽ കൂടെ കടന്നു പോയാൽ മതി. മിക്കവാറും രോഗങ്ങളൊന്നും വരത്തില്ല. അപ്പം അത് നമുക്ക് തരുന്ന ഒരുപാട് പോസിറ്റീവ് പ്രൊട്ടക്ഷനുണ്ട്. പിന്നെ അതുപോലെ മറ്റൊന്നാണ്, നമ്മൾ എക്കാലം ഒരു ജോലിക്കാരനായി കഴിയുന്നതിന് പകരം ജോലിയൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 വർഷമൊക്കെ ജോലി ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടേതായ ഒരു പ്രസ്ഥാനം നമ്മൾ നടത്തണം. അതൊരു കൂട്ടായ്മയിലൂടെ നടത്തുവാൻ അത്രയും നല്ലതാണ്. അപ്പോൾ ഒരു ആന്ത്രപ്രണേറിയൽ മൈൻഡ് സെറ്റ്, ഒരു ക്രിയേറ്റിവിറ്റി, ഇന്നൊവേഷൻ, അപ്പോൾ ഒരു യുണീക്ക് സൊല്യൂഷൻസ്, സൊസൈറ്റിയുടെ ചാലഞ്ചസിനൊക്കെ നമ്മൾ പറ്റിയ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ കേരളത്തിൽ കൊതുകുകൾ ഒത്തിരി ഉണ്ടാഞ്ഞപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് വന്നു. അത് ആയിരക്കണക്കിന് കോടി രൂപയിലേക്ക് വളർന്നല്ലോ. 1 രൂപയ്ക്ക് നല്ലൊരു രാത്രി സ്ലീപ്പ് കിട്ടുന്ന. ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, ലീഡർഷിപ്പ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക. സ്കില്ല് ഡെവലപ്പ് ചെയ്താലേ സ്കില്ലാകത്തുള്ളൂ. റെപ്പറ്റീഷൻ ഇസ് ദ മദർ ഓഫ് സ്കിൽസ്. ഒരേ കാര്യം അറിയാവുന്ന വീണ്ടും 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 ചെയ്യുമ്പോഴാണ് നമുക്ക് സ്കില്ലായി മാറും. നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഇൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ്, സ്കൂൾസ്, ഓൺലൈൻ ഫോറം, ഇതിലൊക്കെ നമ്മൾ ആൻഡ് സോഷ്യൽ ഇമ്പാക്ട്സ് പ്രോജക്ട്സ് സമൂഹത്തിൽ വരുന്ന ഇതിനെ നമുക്ക് ഓൺലൈനൊക്കെ ഒത്തിരി കമ്മ്യൂണിറ്റീസ് നമുക്ക് കണ്ടെടുക്കും. അപ്പോൾ ലിങ്ക്ഡിനകത്തൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ സോഷ്യലി ഓറിയൻറ്റഡ് ആയിട്ട് ഒരുപാട് പേരെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇനി നമ്മളൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ ഒരു ഡിജിറ്റൽ ഗോൾസും എടുക്കണം. ഗ്ലോബൽ കൊളാബറേഷൻ എവിടെയൊക്കെ എടുക്കാൻ പറ്റും, ഗ്ലോബൽ പ്ലാറ്റ്ഫോംസ് എടുക്കാൻ പറ്റും, എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ഏതൊക്കെ പോകാൻ പറ്റും, ഓൺലൈൻ കമ്മ്യൂണിറ്റി ആൻഡ് ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ബ്രോഡറായിട്ടുള്ള വേൾഡ് വ്യൂ ആയിട്ട് വേണം ജീവിക്കാനായിട്ട്. അതേപോലെ തന്നെ നമുക്കൊരു ഡിജിറ്റൽ റെസ്പോൺസിബിലിറ്റി, അവിടെ ഓൺലൈനിൽ നമ്മുടെ ബിഹേവിയർ, മറ്റുള്ള ബിഹേവിയർ, ഡിജിറ്റൽ എത്തിക്സ്, സൈബർ സെക്യൂരിറ്റി, അതിനെക്കുറിച്ചുള്ള അവെയർനെസ്, വളരെ ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആയിട്ടുള്ള വിഷയം. സാർ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഒരു ഡ്രീം നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ എത്ര കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മളൊരു ഡ്രീം ഫിക്സ് ചെയ്യാനായിട്ട് ആദ്യം. അതിനുശേഷമാണ് ആ ഗോളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ തേടേണ്ടത്. അത് പലപ്പോഴും യുവാക്കൾ ഡ്രീം സെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അറിയുന്നില്ല എങ്ങനെയാണ് ഒരു ഡ്രീമിലേക്ക് ഇത്രയധികം ഫാക്ടറുകളും വാല്യൂസും വർക്കൗട്ട് ചെയ്തിട്ട് വേണം ഒരു ഡ്രീം ഫിക്സ് ചെയ്യാൻ. ആ ഡ്രീമിൽ ഒരിക്കലും ചേഞ്ചസ് വരരുത്. പിന്നെ അതിലേക്ക് വേണ്ടി മാത്രം എയിം ചെയ്തിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കണം നമുക്ക് നടത്തുന്നത്. വളരെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഫ്യൂച്ചർ ഫോക്കസ്ഡ് വിഷൻ ആയിരിക്കണം. ഇനി അടുത്ത ലോകത്തിൽ നമ്മളിപ്പോൾ കാണുന്ന ലോകം മുഴുവനും 2030 കൂടി ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസിലേക്ക് പോകും. അപ്പം റെഗുലറായിട്ട് നമ്മൾ പേഴ്സണൽ ഗോളുകളെ ഇവാലുവേറ്റ് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, ഞാൻ വേറെ 3
ഗോൾ സെറ്റിങ്ങിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ചാനലിൽ നിന്ന് എടുത്ത് നിങ്ങൾ അത് ഒന്നൊന്നായിട്ട് മാറി മാറി അത് വെച്ചാൽ അതിൻ്റെ പ്രധാന കാര്യങ്ങൾ എഴുതിയിട്ട് ഒറ്റ പ്രാവശ്യം കൂടെ നിങ്ങൾ മാസ്റ്റർ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. റിപ്പീറ്റ് ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യണം. ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് പർപ്പസിന് കൂടെ ചേർന്ന ഗോൾ സെറ്റ് ചെയ്ത് അപ്പോൾ അത് ഗ്ലോബലി കണക്ട് ചെയ്തുകൊണ്ട് മാറുന്ന കാലഘട്ടത്തിൽ ചേർന്ന രീതിയിൽ ഗ്ലോബലിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ ഒരു മെത്തേഡാണ് നമ്മൾ ഈ ഡിജിറ്റൽ ടെക്നോളജി, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ പോയിക്കൊണ്ട്. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് മൈൻഡിൻ്റെ സാധ്യതകൾ. ആക്ച്വലി ഞാൻ ഈ മൈൻഡ് മാസ്റ്റർ ചെയ്യുന്നതും പ്രോബ്ലംസ് അല്ല സോൾവ് ചെയ്യുന്നത്, മൈൻഡിൻ്റെ സാധ്യതകൾ, നിങ്ങളുടെ മനസ്സിൻ്റെ സാധ്യത നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൈൻഡ് മാസ്റ്റർ 360 ഡിഗ്രി എക്സ്പീരിയൻസും ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഈ ഗോളും ഒക്കെ പൂർണ്ണമായതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ മേക്ക് യുവർ ഡെസ്റ്റിനി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. പക്ഷേ ഞാനുമായിട്ട് നേരിട്ട് വന്ന് ചെയ്യാനായിട്ട് സൗകര്യം കിട്ടും. വല്ലപ്പോഴേ കാണത്തുള്ളൂ, കാരണം ഞാൻ നേരത്തെ കഴിഞ്ഞ് ഒരുപാട് തിരക്കിലായിപ്പോയി. അപ്പോൾ കേരളത്തിലേക്കുള്ള പ്രോഗ്രാംസ് ഇനി ഒത്തിരി കുറവായിരിക്കും. പക്ഷേ മേക്ക് യുവർ ഡെസ്റ്റിനി പ്രോഗ്രാം എപ്പോഴാണോ വരുന്നത് നേരത്തെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ അറിയിക്കും. എന്നിട്ട് അതിൽ വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഈ ഗോൾ സെറ്റ് ചെയ്യുന്നതും ഡെസ്റ്റിനി സെറ്റ് ചെയ്യുന്നതും വ്യത്യാസമാണ്. ഗോളെന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യം വേണം, അപ്പോൾ അതിനുള്ള നമ്മൾ ഗോൾ സെറ്റ് ചെയ്യും. നമുക്ക് കൃത്യ വരുമാനം വേണം, അതുപോലെ തന്നെ നമുക്ക് വെൽത്ത് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ആക്ടിവിറ്റി മെച്ചപ്പെടുത്തണം. ഇതൊക്കെ നമുക്ക് ഗോളുകളിൽ പെട്ടതാണ്. അത് ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇതുകൂടാതെ നമുക്ക് മേക്ക് യുവർ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ, ഡെസ്റ്റിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗോളും ഡെസ്റ്റിനിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ വിധി ഫിക്സ് ചെയ്യണം. അത് നമ്മൾ ആത്യന്തികമായി എവിടെ എത്തിച്ചേരാൻ പോകുന്നു, ഫൈനലി എവിടെ എത്തിച്ചേരാൻ പോകുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണോ അത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇതൊരു ചെറിയ പ്രോഗ്രാമല്ല. നമ്മുടെ എന്താണോ നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വലിയൊരു ലക്ഷ്യത്തിലേക്ക് ഉള്ള ഒരു പ്രോഗ്രാം. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഡെസ്റ്റിനി എന്ന് പറയുമ്പം നമ്മൾ ആത്യന്തികമായി ഇപ്പം നമ്മളുടെ ഡോക്ടർ കലാമിൻ്റെ ഡെസ്റ്റിനി, അദ്ദേഹം പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആകുകയും അതിൻ്റെ ക്രോർസ് ഓഫ് യങ് ചിൽഡ്രനെ ഇന്ത്യയിൽ മോട്ടിവേറ്റ് ചെയ്ത് പഠനത്തിൽ കൂടെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ വരാൻ പറ്റും എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനി. ഓക്കെ, പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ പ്ലസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗ്ലോബൽ ഈ കൊടുത്ത എഡ്യൂക്കേഷൻ. പക്ഷേ അദ്ദേഹത്തിന് പിന്നെ പൈലറ്റ് ആകാനായിട്ട് പോയിട്ട് കിട്ടിയില്ല. അപ്പോൾ ബാക്കി എല്ലാവർക്കും കിട്ടി, ഇദ്ദേഹത്തിന് ഒഴിച്ചിട്ട് കിട്ടില്ല. അല്പം പൊക്കം കുറഞ്ഞു പോയതായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞ് വന്ന് VSSCയിൽ ജോലി ചെയ്തു. അവിടെ ജോലി ചെയ്തുകൊണ്ട് വീണ്ടും ജീവിതകാലം മുഴുവനും കംപ്ലീറ്റ് ലൈഫ് അദ്ദേഹം പഠിച്ച് അദ്ദേഹം ഈ ലെവലിൽ എത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജ്, അപ്പോൾ ഈ പിന്നെ VSSCയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇല്ലേ MIT പഠിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ കലാമിൻ്റെ അടുത്ത് ഗോൾ സെറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അദ്ദേഹം എന്താ സെറ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് വേണ്ടതെല്ലാം സെറ്റ് ചെയ്യും. പക്ഷേ ഡെസ്റ്റിനി സെറ്റ് ചെയ്യാൻ പറഞ്ഞാലോ, ഡെസ്റ്റിനി സെറ്റ് ചെയ്യാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് അപ്പം അറിയണം ഞാൻ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഈ ലൈഫ് പർപ്പസ് നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു, അൾട്ടിമേറ്റ് ലൈഫ് പർപ്പസും മേക്ക് യുവർ ഡെസ്റ്റിനിയും കണക്റ്റഡാണ്. അപ്പോൾ അത് നമുക്കൊരു സീരീസ് ഓഫ് മെഡിറ്റേഷൻസ് ചെയ്തേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ആ ക്ലാസ്സിൻ്റെ പ്രത്യേകത. അപ്പം ഒറ്റ ഇവൻ്റ് അതിനകത്ത് എടുക്കുന്നത് ഒരു സംഭവമാണ്, നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണ്. ആ ലൈഫിൻ്റെ പർപ്പസ് അത് ഡെസ്റ്റിനി ആയിട്ട് അതിലേക്ക് സ്പീഡിൽ പോകാനായിട്ട്, ഈസി ആയിട്ട് പോകാനായിട്ട്, തടസ്സമില്ലാതെ പോകാൻ വേണ്ടിയിട്ട് അതിലേക്ക് മാത്രമായി വേറൊന്നും ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ പോകാനായിട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്ന് ബസ് കയറി ഇരുന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നമുക്ക് പോകേണ്ട ഡയറക്ഷൻ അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെന്നുള്ളത്. അപ്പം തെറ്റായ ബസ്സാണെന്ന് അറിയുവാണെങ്കിൽ അപ്പോൾ അവിടെ ഇറങ്ങണം. ഇപ്പോൾ കൂടിപ്പോകും തോറും നമുക്ക് പൈസയും ഓപ്പർച്യൂണിറ്റിയും പോകും. ഇപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇപ്പം നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ടുള്ള ഡെസ്റ്റിനിയിലേക്കല്ല എന്ന് തോന്നുവാണെങ്കിൽ മറ്റേതെന്ത് അതുണ്ടാക്കണം. മെയ്ക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പം മേക്ക് യുവർ ഡെസ്റ്റിനി. അപ്പം നിങ്ങൾ അപ്പം ഞാൻ തരുന്ന ആ ഇത് വെച്ചിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് വർഷങ്ങൾ ഞാൻ അത് പഠിച്ചതിന് ശേഷമാണ് ഫൈനലായിട്ട് ഞാൻ ഈ മേക്ക് യുവർ ഡെസ്റ്റിനി പ്രോഗ്രാം തരുന്നത്. അപ്പോൾ ആദ്യമേ വന്നത് ചെയ്തിട്ട് കാര്യമില്ല. ആദ്യമേ ഇത് കേട്ടെന്നാൽ പിന്നെ മേക്ക് യുവർ ഡെസ്റ്റിനോ മറ്റേ ഈ അത്യാവശ്യ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതിൽ വരുമായിരിക്കും നിങ്ങൾക്ക് അൾട്ടിമേറ്റ് റിസൾട്ട് തന്നെ കിട്ടും. അങ്ങനെ വരുന്നത് എങ്കിൽ മാത്രമേ നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ വന്നിരുന്നാലും ക്ലാസ് കേട്ടോണ്ടിരിക്കുക എന്നുള്ളത് നമ്മളവിടെ എത്തില്ല.
അപ്പോൾ എത്തണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളവിടെ വരണം. ഒരുപക്ഷെ നമ്മുടെ ഓഫീസിലുള്ളവർ അവരൊരിക്കലും ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ല, അവരിത് കേട്ടിട്ടും ഉണ്ടാവില്ല. അപ്പം ഈ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ ഓക്കെ എന്ന് പറയും. പക്ഷേ ആദ്യം ചെയ്യേണ്ടത് ഈ മൈൻഡ് മാസ്റ്ററിയും 360 ഡിഗ്രിയൊക്കെ ചെയ്തതിന് ശേഷം വേണം മേക്ക് യുവർ ഡെസ്റ്റിനി ഇത് വരാനായിട്ട്. അപ്പോൾ അത് ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.